6 അല്ലെങ്കിൽ 7 വർഷത്തിനിടയിലെ ഏറ്റവും കൂടുതൽ നോട്ടിഫിക്കേഷൻ വന്ന ഒരു വർഷമായിട്ട് 2025 ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഈ ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളിലേക്കാണ് നമുക്ക് ആദ്യം കിട്ടുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശമ്പളം ഏകദേശം ഒരു 40,000 രൂപയോളം വരാം. അതുപോലെ ബോണസ് ഒക്കെ 1 ലക്ഷം രൂപയാണ് ബോണസ്. 2025 പോയ അഡ്വൈസുകളുടെ എണ്ണം 37,000-ഓളം അഡ്വൈസുകളാണ് PSC ഉദ്യോഗാർത്ഥികൾക്കായിട്ട് അയച്ചു കൊടുത്തത്. എല്ലാവർക്കും നമസ്കാരം. CC ജനറൽ PSC ചാനലിന്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷൈജു. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം 2026 എന്ന് പറയുന്ന പുത്തൻ പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് നമ്മൾ 2026 നോക്കിക്കാണുന്നത്. സോ ഈ PSC പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഒരു പ്രധാനപ്പെട്ട വർഷമായിട്ട് 2026 മാറുകയാണ്. കാരണം 2025 എന്ന് പറയുന്ന നല്ലൊരു വർഷം നമ്മളിൽ നിന്ന് വിട പറഞ്ഞപ്പോൾ ഒരുപാട് അവസരങ്ങളാണ് PSC നമ്മുടെ മുമ്പിലേക്ക് വെച്ചത്. സോ ആ ഒരു അവസരങ്ങളുടെ പരീക്ഷകൾ വരുന്നത് 2026 കൂടിയാണ്. അപ്പൊ 2026 നമ്മൾ എഴുതാൻ പോകുന്ന എല്ലാ പ്രധാനപ്പെട്ട പരീക്ഷകളുടെയും എക്സാമിനേഷൻ ഡേറ്റ് എന്നാണ് വരുന്നത് എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം PSC ഒഫീഷ്യലായിട്ട് നിങ്ങളെ അറിയിച്ചതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ലൈവും അതേപോലെ തന്നെ തുടർന്നുള്ള ക്ലാസ്സുകളും ഒക്കെ നിങ്ങളെ അറിയിച്ചിട്ടുമുണ്ട്. അല്ലാതെ ലൈവ് ക്ലാസ്സുകളിലും അത് കൃത്യമായിട്ട് എത്ര മാസം കിട്ടും, ഓരോ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എത്ര സമയമാണ് പഠിക്കുവാൻ വേണ്ടി കിട്ടുന്നത് എന്നുൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങളെ അറിയിച്ചിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് 2026 എന്ന് പറയുന്ന ഒരു വർഷം നോക്കിക്കാണുമ്പോൾ എന്തുകൊണ്ട് PSC പഠിക്കണം, PSC പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ, അല്ലെങ്കിൽ 2025 എന്ന് പറയുന്ന വർഷത്തിലെ എത്ര പേർക്ക് അഡ്വൈസ് അല്ലെങ്കിൽ നിയമന ശുപാർശ പോയി, ഇതൊക്കെ സ്വാഭാവികമായിട്ടും PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ആദ്യം നോക്കിക്കാണും. കാരണം നമ്മൾ PSC പഠനത്തിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുറത്തുനിന്ന് ആൾക്കാർ പറയുന്നത്, എന്തിനാണ് PSC പഠിക്കുന്നത്, വെറുതെ അല്ലേ PSC പഠിക്കുന്നത്, നിയമനമൊന്നുമില്ല, അല്ലെങ്കിൽ പിൻവാതിൽ നിയമനമാണ്, ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേരുണ്ടാവും. അല്ലെങ്കിൽ PSC പഠിക്കട, അതുവഴി ജോലിയിലേക്ക് നിങ്ങൾക്ക് കയറാൻ സാധിക്കും എന്ന് പറയാനേ ആരും ഉണ്ടാവത്തില്ല. അത് സ്വാഭാവികമായിട്ടും നമ്മൾ എടുക്കുന്ന ഇനിഷ്യേറ്റീവാണ്. നമ്മൾ എടുക്കുന്ന ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ അപ്പുറത്തോ അല്ലെങ്കിൽ നമ്മൾ അറിയാവുന്നവരോ ഒക്കെ ജോലിയിൽ കയറുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്നത്, അയ്യോ ആ PSC പഠിക്കണമല്ലോ, അവന് ജോലി കിട്ടി, ഇപ്പോഴും എനിക്ക് ജോലിയൊന്നും ആയില്ലെന്നൊക്കെ ചിന്തിക്കുന്നത് കുറെ നാൾ കഴിയുമ്പോഴാണ്. അപ്പൊ ഓരോ അവസരങ്ങളും കുറെ നാൾ കഴിയുമ്പോഴാണ് നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്നത്. അയ്യോ അന്ന് പഠിച്ചായിരുന്നെങ്കിൽ, അന്ന് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങി വെച്ച സമയത്ത് നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തായിരുന്നെങ്കിൽ ഒരു 1.5 വർഷം അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് നമുക്ക് ജോലി നേടിയെടുക്കാൻ സാധിച്ചേനെ എന്നൊക്കെ നമ്മൾ അന്നേരം ചിന്തിക്കും. പക്ഷെ കാലം ഒരുപാട് മുമ്പോട്ട് സഞ്ചരിച്ചിട്ടുണ്ടാവും. ആ ഒരുപാട് മുമ്പോട്ട് പോയ കാലം ഒരിക്കലും നമുക്ക് പിറകോട്ട് വരാൻ സാധിക്കത്തുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ PSC പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് എല്ലാവർക്കും ഉള്ള ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുള്ള മറുപടിയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. 2025 എന്ന് പറയുന്ന വർഷത്തിലെ ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 900-ഓളം നോട്ടിഫിക്കേഷൻ വന്നുപോയ ഒരു പ്രധാനപ്പെട്ട വർഷമായിരുന്നു 2025 എന്ന് പറയുന്ന വർഷം. അത് സമാനതകളില്ലാത്തൊരു വർഷമാണ്. കഴിഞ്ഞ ഒരു 6 അല്ലെങ്കിൽ 7 വർഷത്തിനിടയിലെ ഏറ്റവും കൂടുതൽ നോട്ടിഫിക്കേഷൻ വന്ന ഒരു വർഷമായിട്ട് 2025 ചരിത്രം രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല, നിങ്ങൾ നോക്കിക്കേ, 2025 പോയ അഡ്വൈസുകളുടെ എണ്ണം അല്ലെങ്കിൽ നിയമന ശുപാർശകളുടെ എണ്ണം എന്ന് പറയുന്നത് 36,813 അല്ലെങ്കിൽ 37,000-ഓളം അഡ്വൈസുകളാണ് 2025 PSC ഉദ്യോഗാർത്ഥികൾക്കായിട്ട് അയച്ചു കൊടുത്തത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2016 മുതൽ 2025 വരെയുള്ള ഏകദേശം ഒരു 10 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ നിയമന ശുപാർശകൾ നടന്നുപോയ ഒരു വർഷമായിട്ട് 2025 എന്ന് പറയുന്ന വർഷം ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, പഠിച്ചാൽ ജോലി കിട്ടത്തില്ലയോ എന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്കൊരൊറ്റ മറുപടി മാത്രമേ ഉള്ളൂ. ആത്മാർത്ഥമായിട്ടിരുന്ന് പഠിക്കുന്നവന് സ്വാഭാവികമായിട്ടും ജോലി കിട്ടും. അപ്പൊ നമ്മൾ പഠിക്കണം എന്ന് ചിന്തിക്കുന്ന ആ ഒരു നിമിഷത്തിലുണ്ടല്ലോ, നമ്മുടെ മുമ്പിലേക്ക് എന്തെങ്കിലുമൊക്കെ നോട്ടിഫിക്കേഷൻ വരണം. അപ്പൊ നമ്മൾ ആ ഒരു ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ നോട്ടിഫിക്കേഷൻ വരണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നിങ്ങളൊരു 3 മാസം കഴിയുമ്പോൾ നിങ്ങൾ ആലോചിക്കുകയാണ്, PSC ഒക്കെ ഒന്ന് പഠിക്കണം, എന്നിട്ട് ജോലിയിൽ കയറണം എന്ന് ചിന്തിക്കുന്ന ആ ഒരു സമയം ഉണ്ടാവും. ആ ഒരു സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഈ അപ്ലൈ ചെയ്യണ്ടേ, നമുക്ക് ചിന്തിച്ചു, നമുക്ക് അങ്ങനെ പഠിക്കാൻ വേണ്ടി ആലോചിച്ചു.
അപ്പൊ നമ്മുടെ മുമ്പില് ഈ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു തസ്തിക വേണ്ടേ? ആ ഒരു തസ്തിക ഇല്ലാത്ത സമയത്തായിരിക്കും നമ്മൾ ഇരുന്ന് ആലോചിക്കുന്നത്. അതുകൊണ്ട് കാര്യമുണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് LGSന്റെ പരീക്ഷ. നിങ്ങൾ ഓരോരുത്തരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഏകദേശം ഇത്തവണ എന്ന് പറയുന്നത് ഒരു 5 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളാണ് ഇത്തവണത്തെ നമ്മുടെ കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് വേണ്ടി എക്സാം ഹാളിലേക്ക് കടക്കുവാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു ഇത്രയും ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ കേരള PSCയുടെ ഭാഗത്തു നിന്നും ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു 10th ലെവൽ പരീക്ഷയാണ് കമ്പനി ബോർഡ് LGS പരീക്ഷ. സോ കമ്പനി ബോർഡ് LGSന്റെ പരീക്ഷയ്ക്ക് നിങ്ങൾ ഓരോരുത്തരും തയ്യാറെടുക്കണം എന്ന് ഞാൻ എല്ലാ വീഡിയോ എടുക്കുമ്പോഴും ഞാൻ കൃത്യമായിട്ട് നിങ്ങളെ പറയാറുണ്ട്. എടാ, നിങ്ങൾ പഠിക്കണം 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 പഠിക്കണം. ഒരു 7ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് തുടക്കത്തിൽ തന്നെ ഏകദേശം ഒരു 35,000 രൂപ ശമ്പളത്തില് നിങ്ങൾക്കൊരു സർവീസിൽ കയറാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു അവസരമാണ്. ഇത്തരത്തിൽ ഇനി ഒരു അവസരം നിങ്ങളുടെ മുമ്പിലേക്ക് വരണമെങ്കിൽ ഇനി ഒരു 3 വർഷം നിങ്ങൾ കാത്തിരിക്കണം. നമ്മുടെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 വർഷങ്ങൾ നിങ്ങൾ വേസ്റ്റ് ചെയ്യണം നടത്താം. അപ്പോൾ നമ്മുടെ മുമ്പില് ഇപ്പോൾ കിട്ടിയ കമ്പനി ബോർഡ് LGS പരീക്ഷയുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇതൊരു സാധ്യതയാണെന്ന് നിങ്ങൾ മുമ്പിൽ കാണണം. നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ജോലിയിലേക്ക് സർവീസിൽ കയറുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു അവസരമായിട്ട് PSC നിങ്ങളുടെ മുമ്പിലേക്ക്, അല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടിയ വലിയൊരു അവസരമായിട്ട് കമ്പനി ബോർഡ് LGS പരീക്ഷകളെ നിങ്ങൾ മുമ്പിൽ കാണണം. സോ കമ്പനി ബോർഡ് LGS പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യം 6 മാസം പഠിക്കുവാൻ കിട്ടും. സോ ഈ 6 മാസത്തെ പ്രിപ്പറേഷനിലാണ് നമ്മൾ ഈ പരീക്ഷ എഴുതിയെടുക്കുവാൻ പോകുന്നത്. സോ 6 മാസത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. തുടർന്ന് തൊട്ടടുത്ത് തന്നെ നമ്മുടെ മെയിൻസിന്റെ പരീക്ഷകൾ നടക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന വിവിധ കമ്പനികൾ, അതേപോലെ ബോർഡുകൾ, കോർപ്പറേഷൻ, ഈ 3 വിങ്ങുകളിലേക്കുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് നമ്മൾ നിയമിക്കപ്പെടുന്നത്. നിങ്ങളുടെ നിയമനം KSFE-യിലേക്ക് വരാം, അല്ലെങ്കിൽ KSEB-യിലേക്ക് വരാം, അല്ലെങ്കിൽ ബിവറേജസ് കോർപ്പറേഷനിലെ ഔട്ട്ലെറ്റുകളിലേക്ക് വരാം, അല്ലെങ്കിൽ ബെവ്കോയിലെ ഈ പറയുന്ന രീതിയിലുള്ള ബെവ്കോയിലാണ് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഈ ബിവറേജസ് കോർപ്പറേഷനിലെ ഔട്ട്ലെറ്റുകളിലേക്കാണ് നമ്മൾ നിയമനം നമുക്ക് ആദ്യം കിട്ടുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശമ്പളം ഏകദേശം ഒരു 40,000 രൂപയോളം വരാം. അതുപോലെ ബോണസ് ഒക്കെ 1 ലക്ഷം രൂപയാണ് ബോണസ്. അപ്പൊ അതൊക്കെ നിങ്ങൾ മുമ്പിൽ കാണുക. ഇപ്പൊ വലിയൊരു അവസരമാണ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ജോലിയൊന്നും ഇല്ല, ഒരു സർക്കാർ സർവീസിൽ കയറണം, ഒരുപാട് ആഗ്രഹമുണ്ട്, സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കണം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷകൾക്ക് തയ്യാറെടുക്കണം. ഏകദേശം ഏറ്റവും കുറഞ്ഞത് ഒരു 3500 നിയമനങ്ങൾ വരെ നടക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷ. സോ കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്ക് യാതൊരുവിധ പിഴവുകളും വരാൻ പാടില്ല. എടാ കുഞ്ഞുങ്ങളെ, 2 ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ ആദ്യമായിട്ട് നമ്മൾ പ്രിലിംസിന്റെ ഒരു പരീക്ഷ എഴുതുന്നു, രണ്ടാമത് മെയിൻസിന്റെ ഒരു പരീക്ഷ എഴുതുന്നു. പക്ഷേ രണ്ടിനും ഒരേ സിലബസ് ആണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരുപാട് പേരുണ്ട്, മലയാളം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇംഗ്ലീഷും ഇല്ല, മലയാളവും ഇല്ല, പേടിക്കേണ്ട. 80 മാർക്കിന്റെ GKയും 20 മാർക്കിന്റെ സാധാരണ മാത്സ് മാത്രമേ ഉള്ളൂ. ആ മാത്സ് ഒക്കെ ചോദ്യങ്ങൾ നമ്മൾ 1-2 ടോപ്പിക്കുകൾ ഓൾറെഡി ലൈവിൽ പറഞ്ഞു തന്നതാണ്. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ കരിയറിലെ നിങ്ങളുടെ ആ ഒരു ബിസി ഷെഡ്യൂളിൽ നിന്നും ഒരു 5 മാസം മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർക്കാർ സർവീസിലേക്ക് കയറുവാനുള്ള വലിയൊരു അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അത്തരത്തില് പക്ഷെ കൃത്യമായിട്ട് പഠിക്കണം. കൃത്യമായിട്ട് നിങ്ങൾ സോഴ്സ് കണ്ടെത്തിയിട്ട് SCRTക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് 2021 മുതൽ 2025 വരെയുള്ള വിവിധ 10th ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷകളിലെ ചോദ്യകർത്താവ് ചോദ്യം ചോദിച്ച ഉറവിടങ്ങൾ തേടി ആ ഉറവിടങ്ങളില് വലിയ പ്രാധാന്യം കൊടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി ബോർഡ് LGSന്റെ പരീക്ഷയുടെ ആ ഒരു പരീക്ഷ എഴുതിയുള്ള അതിന്റെ അഡ്വൈസ് അടുത്ത 2027 2028 ആവുമ്പോൾ നമ്മുടെ കൈകളിലേക്കും വരും. സോ ആ ഒരു നല്ല സുന്ദര നിമിഷത്തിനെ സ്വപ്നം കണ്ടുകൊണ്ട് നടന്നു നീങ്ങുക എന്ന് മാത്രമേ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളൂ. സോ കൃത്യമായിട്ട് ഒരു പ്ലാനോടുകൂടി നിങ്ങളെ മുമ്പോട്ട് നയിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ ഏറ്റവും പുതിയ ബാച്ചുകളാണ് നമ്മൾ CCയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും പ്രിലിംസ് കം മെയിൻസ് പരീക്ഷ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും. അതായത് വരാൻ പോകുന്ന ഈ ഒരു പരീക്ഷയ്ക്ക് കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പ് 2021 മുതൽ 2025 വരെയുള്ള
വിവിധ എല്ലാ 10th ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഉറവിടം കണ്ടെത്തി ആ ഒരു ഭാഗത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങളെ കൃത്യമായിട്ട് ഒരു മെന്റർ നിങ്ങളെ നയിക്കും. ആ മെന്റർ സപ്പോർട്ടോടുകൂടി നിങ്ങൾക്ക് ഓരോ ദിവസങ്ങളും കൃത്യമായ ഔട്ട്പുട്ട് ഉള്ള ദിവസങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ സാധിക്കും. അങ്ങനെ നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള ഒരു യാത്ര ഇവിടെ തുടങ്ങുന്നു. CC-യോടൊപ്പം ചേർന്നുകൊണ്ട് നമ്മൾ പഠിച്ചു തുടങ്ങാൻ പോവുകയാണ്. അങ്ങനെ 2027 2028 കൂടി നമ്മൾ നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരം നടത്തുകയാണ്. സോ ആ ഒരു നല്ല സുന്ദര നിമിഷത്തിനെ സ്വപ്നം കണ്ടുകൊണ്ട് നടന്നു നീങ്ങുക. ഏറ്റവും പുതിയ ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുക്കുക. നിങ്ങൾക്ക് ആ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് കമ്പനി ബോർഡ് LGSന്റെ ഏറ്റവും പുതിയ ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് ഈ പറഞ്ഞ യാത്ര നമുക്ക് ഒരുമിച്ച് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിലെ പ്രധാനമായിട്ടും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്ന ആൾക്കാരിൽ നിന്നും നിങ്ങളുടെ ചിന്ത മാറ്റിയെടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് കമ്പനി ബോർഡ് LGS പരീക്ഷകൾക്ക് സീരിയസ് ആയിട്ട് തയ്യാറെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിലെ ഉൾപ്പെടുത്തിയത്. സോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഇനിയുള്ള സമയങ്ങളെല്ലാം തീർച്ചയായിട്ടും പഠനത്തിന് വേണ്ടി കേന്ദ്രീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഇവിടെ നിന്നുള്ള അധ്യാപകർ അല്ലെങ്കിൽ കോർഡിനേറ്റേഴ്സ് നിങ്ങളെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കൃത്യമായിട്ടുള്ള മറുപടി തന്നുകൊണ്ട് ഡയറക്ഷന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനുള്ള എല്ലാ സൊല്യൂഷനും ഇവിടുന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സജഷൻ ഉണ്ടെങ്കിലും വീഡിയോയ്ക്ക് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഈ ചാനലിൽ കിട്ടുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ഈ കമ്പനി ബോർഡ് LGS പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ എത്തിക്കുക. അപ്പം മറ്റൊരു യൂസ്ഫുൾ സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.